തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റാണ് TN പ്രതാപൻ എന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടികൾക്ക് യാതൊരു ഉറപ്പുമില്ലെന്ന് കെ മുരളീധരൻ MP. 5 പൈസ കയ്യിലില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. LPG ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനം. ഓപ്പൺ ഫോറം നടക്കുന്ന വിവരം മുൻകൂട്ടി ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും യോഗത്തിൽ ആവശ്യം. വെച്ചിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്കും ലയങ്ങൾക്കും നേരെ കാട്ടാനയുടെ ആക്രമണം. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചേലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ്. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിയതും ഇത് BJP യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ രംഗത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിനെ തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. കോൺഗ്രസിന് അത്തരം സമരപരിപാടികളോട് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല. ഒരു കാരണവശാലും ചാണകവെള്ളം തെളിക്കുന്നതും പുണ്യാഹം തെളിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സമരപരിപാടികളോട് കോൺഗ്രസിന്റെ അനുമതിയില്ല. കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. അതേസമയം മോദിയുടെ തൃശൂർ സന്ദർശനം പരാജയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമായി മാറിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് 5 കോടി ഗ്രാന്റും 50 കോടിയുടെ പ്രത്യേക പദ്ധതിക്കും അപേക്ഷ നൽകിയെങ്കിലും യാതൊന്നും പരിഗണിച്ചില്ലെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരായ PFI ബന്ധാരോപണം തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ച പ്രതാപൻ സംഘപരിവാറിന്റെയും BJPയുടെയും ഭീഷണി വിലപ്പോകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശ്ശൂർ MP. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റത്തെയും എതിർക്കും. സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട PFന്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കും. ഒരു മതനിരപേക്ഷതര മണ്ണാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസമായി വന്നാൽ വില പോകില്ല. അപ്പോഴാണ് ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ള ധാരണ വന്നത്. RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും ഭീഷണി വിലപ്പോകൂല. പ്രതാപനെതിരെയുള്ള BJPയുടെ ഭീഷണി തൃശൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്നും എന്ത് വില കൊടുത്തും MPയെ സംരക്ഷിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു. TN പ്രതാപനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ അതിന് എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേരിടും. പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലി കേരളത്തിൽ വില പോകില്ല. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. TCV തൃശൂർ. TN പ്രതാപൻ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മോദിയുടെ തൃശൂർ സന്ദർശനത്തോടെ പ്രതാപന് നിരാശയും വിഭ്രാന്തിയും വന്നുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2019 തേജസ് വാരിക ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് VS അബൂബക്കറിൽ നിന്നും വരി ചേർന്നുകൊണ്ട് TN പ്രതാപൻ MP നിർവഹിക്കുന്ന ചിത്രം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് നൽകി. SDPI പ്രവർത്തകരോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തുവിടുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. MP എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ ചാണകവെള്ളം തളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ പ്രകാരം അയോഗ്യതയാണ്. ഇത് സംബന്ധിച്ച് ലോക്സഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും പരാതി അയക്കും. പ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് മോദി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിക്കാൻ വന്നതെന്ന പ്രവർത്തകന്റെ ഫോൺ സംഭാഷണം ലഭിച്ചതായും അത് അയച്ചു കൊടുക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ
മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് VS അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് TN പ്രതാപൻ MP നിർവഹിക്കുന്നു. ഇത് SDPIയുടെ പോസ്റ്റാണ്. ഒരു MP എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ, ചാണകവെള്ളം തളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഇംപ്രോപ്പറൈറ്റിയാണ്. ആ ഇംപ്രോപ്പറൈറ്റി ചെയ്ത പ്രതാപനെതിരെ ലോക്സഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പരാതി അയക്കും. BJPക്ക് ആൽമരം മുറിച്ചതുമായി യാതൊരു ബന്ധവുമില്ല. ആൽമരത്തിന്റെ കൊമ്പ് വെട്ടാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. വടക്കുംനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ പരാമർശവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം AKG സെന്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും CPMന്റെ വാടക ഗുണ്ടകൾ വടക്കുംനാഥനിൽ കയറിക്കൂടിയിട്ടുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ആൽമരവുമായിട്ട് BJPക്ക് ഒരു ബന്ധവുമില്ല. അത് ദേവസ്വം ബോർഡാണ് മുറിച്ചത്, പോലീസാണ് മുറിച്ചത്. അത് പോലീസിനെതിരെ സംസാരിക്കണം. ഞങ്ങൾക്കായിട്ടൊരു ബന്ധവുമില്ല. വടക്കുംനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ രീതിയിൽ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം AKG സെൻ്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്ര ക്ഷേമ സമിതിക്കും ഉപദേശക സമിതിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഫണ്ട് തട്ടിപ്പ് നടത്തുന്നതായും ആരോപണമുണ്ടെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊട്ടേഷൻ സംഘമാണ് വടക്കുംനാഥനിലെ ചില പ്രത്യേക സ്ഥാനത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അഭിമുഖം കൊടുത്ത വ്യക്തി അദ്ദേഹം നരേന്ദ്രമോദിയുടെ പരിപാടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മഹാസമ്മേളനത്തെ അപലപിച്ചുകൊണ്ട് അതവിടെ ആചാരലംഘനം നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ആചാരലംഘനം നടത്തുന്നത് ഈ ക്ഷേമസമിതിയാണ്, ഈ ഉപദേശക സമിതിയിലെ ചില അംഗങ്ങളാണ്. വടക്കുംനാഥനിലെ ഉദ്യോഗസ്ഥന്മാരടക്കം അവിടെ സാമ്പത്തികമായി തിരിമറി 2018 മുതൽ നടന്നതായിട്ടുള്ള ആരോപണമുണ്ട്. ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ കേസുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളന വേദിക്ക് സമീപം ചാണകവെള്ളം തെളിക്കാനും പ്രതിഷേധിക്കാനും ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ BJP ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. യുവമോർച്ച നേതാവ് മനോജ് 1-ാം പ്രതിയും അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കിയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. സംഘർഷത്തിൽ പട്ടിക ഉപയോഗിച്ചുള്ള BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. സലീമിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് മോദി പങ്കെടുത്ത വേദിക്ക് സമീപം പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തടയാനെത്തിയ BJP യുവമോർച്ച നേതാക്കളും പരസ്പരം വെല്ലുവിളിച്ച് ഏറ്റുമുട്ടിയത്. സ്വന്തം ഭാര്യയോട് പോലും നീതി പുലർത്താത്ത നരേന്ദ്രമോദി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ചാണ് സ്ത്രീ സംവരണ ബിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പാസാക്കിയത് എന്ന് K മുരളീധരൻ MP. തൃശൂരിൽ സന്ദർശനത്തിനിടയിൽ സ്വർണ്ണക്കടത്തിന്റെ കാര്യം അറിയാമെന്ന് മോദി പറഞ്ഞതിന്റെ അർത്ഥം CPMും BJPയും തമ്മിലുള്ള അന്തർധാരയാണെന്നും മുരളീധരൻ. പിണറായി സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് കുട്ടനെല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K മുരളീധരൻ. കഴിഞ്ഞ 9 വർഷമായി ജനങ്ങളെ സഹായിക്കുന്ന യാതൊരു പദ്ധതികളും നടപ്പാക്കിയിട്ടില്ലാത്ത മോദി നൽകുന്ന ഗ്യാരണ്ടികൾക്ക് യാതൊരു ഉറപ്പുമില്ല. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രാജ്യസ്നേഹം മുൻനിർത്തിയുള്ള പ്രചാരണമാണ് മോദിക്ക് ഭരണ തുടർച്ച നൽകിയത്. വനിതാ സംവരണ ബിൽ ആദ്യമായി രാജ്യസഭ പാസാക്കിയത് 2013 മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ഇന്ത്യ ഭരിക്കുന്ന ചക്രവർത്തിയായ മോദിയും കേരളം ഭരിക്കുന്ന തമ്പുരാനായ പിണറായിയും നാടിന്റെ നാശമാണ്. ഏതാനും സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് വിദ്യാലയങ്ങളുടെയും മതിലുകൾ തകർന്നതല്ലാതെ നവകേരള സദസ്സ് കൊണ്ട് ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടായത്? കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ ഓൺലൈനിലല്ലാതെ MP-മാരുടെ നേരിട്ടുള്ള യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് മുരളീധരൻ ചോദിച്ചു. കേരളത്തിലെ ജനങ്ങളെ മറന്നുകൊണ്ട് അധികാരത്തിന്റെ ഗർവ് കാണിച്ചാൽ ബംഗാളിലും ത്രിപുരയിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുമെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോണി ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, UDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മോഡിയുടെ ഗ്യാരണ്ടിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ജനങ്ങളെ സഹായിക്കുന്ന യാതൊരു പദ്ധതികളും കഴിഞ്ഞ 50 വർഷമായി ഈ രാജ്യത്ത് നടന്നിട്ടില്ല. മിനിമം 10 വർഷം കഴിഞ്ഞിട്ട് മാത്രം നടപ്പാക്കും എന്ന് വിചാരിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന
ഒരു ബില്ല് പാസ്സാക്കി സ്ത്രീകളെ വഞ്ചിക്കുകയല്ലേ പ്രധാനമന്ത്രിക്ക്? അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഔദ്യോഗികമായി ഭാര്യയായിരിക്കുന്ന ആ സഹോദരിക്ക് പ്രധാനമന്ത്രിയെ തിരിച്ചറിയാൻ, കാരണം ടി വിയിൽ എപ്പോഴും കാണുമല്ലോ. എന്നാൽ ഒരാൾക്കൂട്ടത്തിൽ സ്വന്തം ഭാര്യ ആരാണെന്ന് നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല, കാരണം കിട്ടിയ കാലത്ത് കണ്ടതാണ്. അപ്പം അങ്ങനെ സ്വന്തം ഭാര്യയോട് നീതി പുലർത്താത്ത നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ചാണ് ഈ സംവരണ ബില്ല് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പാസ്സാക്കി. സാധാരണ മോഡിയുടെ ഒരു ശൈലി, ഇഡിക്കാർ കയറുമ്പോഴേ എല്ലാവരും അറിയാറുള്ളൂ സർക്കാർ കേന്ദ്രം അവിടെ നോട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഇഡി കയറിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു സ്വർണത്തിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, സ്വർണത്തിൻ്റെ കാര്യമൊന്നും മറന്നിട്ടില്ല, കേസെടുക്കാനും മടിയില്ല, പക്ഷേ നമ്മൾ തമ്മിലൊരു ധാരണയാവാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് തൃശ്ശൂരാവാം. തൃശ്ശൂരും തിരുവനന്തപുരം ഞങ്ങൾക്ക് തന്നോ, ബാക്കി നിങ്ങളെടുത്തോ, നമുക്ക് കോൺഗ്രസിനെ ശരിയാക്കാം, അതല്ല ഭാവമെങ്കിൽ സ്വർണം ഞാൻ പുറത്തെടുക്കും. പറഞ്ഞതിന് നല്ല അർത്ഥമുണ്ട്. അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. മോഡിയെ അറിയാവുന്നവർക്കൊക്കെ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് ഇന്ത്യ ഭരിക്കുന്ന ചക്രവർത്തിയായിരിക്കുന്ന നരേന്ദ്രമോദിയോടും കേരളം ഭരിക്കുന്ന പിണറായി തമ്പുരാനോടും നമുക്ക് പറയാം. 5 പൈസ കയ്യിലില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ UDF സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖജനാവ് താഴിട്ട് പൂട്ടിയാണ് നവകേരള സദസ്സ് എന്ന ആർഭാടം നടത്തിയത്. RSBY ആരോഗ്യ കാർഡ് ആശുപത്രികൾ സ്വീകരിക്കുന്നില്ല. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ ഫണ്ട് നൽകാൻ കഴിയാത്ത സർക്കാർ ധൂർത്ത് നടത്തുകയാണ്. KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കീലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി TM നാസർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് സിദ്ദിഖ് അലി മാങ്ങാട്ടൂർ, MP വിൻസെന്റ്, VM മൊഹിയുദ്ദീൻ, AA അഷ്റഫ്, VA അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കേണ്ട, വികസന പരിപാടികൾ പ്രാബല്യത്തിലാക്കേണ്ട ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ്. കുറേ ദിവസങ്ങൾക്ക് മുൻപ് നവകേരള സദസ്സെന്ന അശ്ലീല നാടകം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് അറിയണം. 60 ദിവസം മുമ്പാണ്. അന്ന് 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും നമ്മുടെ ഖജനാവിൽ നിന്ന് പാസ്സാവുന്നു. 10-20 ദിവസം മുമ്പ് ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ വാക്കാൽ ഒരു ഉത്തരവ് കൊടുത്തു, ഇനി നമ്മുടെ ഖജനാവിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ബില്ല് പാസ്സാവില്ല. നിങ്ങൾ വിചാരിക്കും 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ബില്ല് പാസ്സാവുമെന്ന്. അത് വാങ്ങിച്ചു വയ്ക്കും, പിന്നെ തരാമെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഖജനാവ് താഴിട്ട് പൂട്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും സംഘവും. മോദി സർക്കാർ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന വേളയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന് മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. തൃശൂർ ഡിസ്ട്രിക്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുരാഷ്ട്രമെന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ 2025-ൽ 100 വർഷം തികയുന്ന RSSനായി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിനെ പോലും പ്രഹസനമാക്കിക്കൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലടക്കം ചർച്ചയില്ലാതെ ചൂടപ്പം പോലെ പാസാക്കിയത്. അത്യാവശ്യം മേൽപ്പൊടികൾ ചേർക്കുക എന്ന് മാത്രമാണ് ഈ 100 വർഷക്കാലം കഴിഞ്ഞ 90 വർഷക്കാലമായിട്ട്. ഇപ്പൊ എല്ലാം മറയും പൊളിച്ച് എല്ലാ മതങ്ങളും നീക്കി അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അതാണ് പാർലമെന്റിൽ സമീപകാലത്ത് പാസാക്കിയ നിയമങ്ങളിലൂടെ, ആ നിയമങ്ങൾ പാസാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന നടപടികളിലൂടെ അവർ വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ കഴിഞ്ഞ 75 വർഷക്കാലത്തെ വളർച്ചയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഭാരതീയന്, ഇന്ത്യക്കാരന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇങ്ങനൊരു ഭേദഗതി നിയമം ഇന്ത്യൻ പൗരത്വത്തിൽ വരുത്താൻ ഒരു പാർലമെന്റ് തയ്യാറാകുന്നത്? അതേസമയം ചാതുർവർണ്ണ വ്യവസ്ഥിതി തുടരുന്നതിനാലാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും രാഷ്ട്രപതിയെ ഒഴിവാക്കിയത്. എന്നാൽ ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിയുന്നില്ല.
കോൺഗ്രസിന്റെ ഹൈന്ദവ വർഗീയ പ്രീണന നയത്തിന്റെ അനന്തരഫലമാണ് ഇതെല്ലാമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CATU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി PK പുഷ്പാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AN ജനാർദ്ദനൻ, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. 14 മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത LPG ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനം. ഓപ്പൺ ഫോറം വിളിച്ചു ചേർക്കാൻ വൈകിയതിനും പരാതികൾ മറുപടി പോലും നൽകാതെ അവഗണിക്കുന്നതിലും ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ ആഞ്ഞടിച്ച് ഓപ്പൺ ഫോറം. മുൻ തവണകളിൽ ഉന്നയിച്ച പരാതികൾ പോലും പരിഹാരമില്ലാതെ ആവർത്തിക്കേണ്ടി വരികയാണെന്ന് ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ പറഞ്ഞു. മുൻകൂട്ടി പണമടച്ച് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഡെലിവറിക്കിടെ വർദ്ധിച്ച വില ഈടാക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കഴിഞ്ഞ ഓപ്പൺ ഫോറത്തിലെ ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാതിരുന്നതും ജെയിംസ് മുട്ടിക്കൽ ഉന്നയിച്ചു. പാചകവാതക സിലിണ്ടറിന്റെ റെഗുലേറ്റർ ചോർന്ന് തീപ്പൊള്ളലേറ്റ് അമ്മ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ PG സ്വദേശി ജെയിംസ് ഉന്നയിച്ചതും അധികൃതരുടെ അനാസ്ഥയെയും പിടിപ്പുകേടുകളെയും കുറിച്ചായിരുന്നു. സിലിണ്ടറും റെഗുലേറ്ററും കൃത്യമായി പരിശോധിക്കുന്ന സാഹചര്യവും ബോധവൽക്കരണവും ഉറപ്പുവരുത്തണം. സിലിണ്ടർ പൊട്ടിത്തെറിച്ച പൊള്ളലേറ്റ് 8 ലക്ഷത്തോളം രൂപ ചെലവാക്കിയുള്ള ചികിത്സ ഫലം കാണാതെയാണ് അമ്മ മരിച്ചതെന്ന് ജെയിംസ് പറഞ്ഞു. സിലിണ്ടർ, റെഗുലേറ്റർ തുടങ്ങിയവയുടെ പരിശോധനയ്ക്കായി വന്ന് മൊബൈലിൽ ഫോട്ടോയെടുത്ത് 238 രൂപ വാങ്ങിപ്പോകുന്ന പ്രഹസനത്തെക്കുറിച്ചും ചോദ്യമുയർന്നു. ഗ്യാസ് സിലിണ്ടറുകളുടെ തൂക്കം ബോധ്യപ്പെടുത്തി നൽകണമെന്ന നിബന്ധന ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഏജൻസി നിയോഗിക്കുന്നവർ പരിശോധനയ്ക്ക് വരുന്ന കാര്യം ഉപഭോക്താക്കളെ ഏജൻസികൾ മുൻകൂട്ടി വിളിച്ചറിയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉപഭോക്താക്കൾ ആവർത്തിച്ചു. ഉദ്യോഗസ്ഥരും സംഘടനാ ഭാരവാഹികളും ഗ്യാസ് ഏജൻസി പ്രതിനിധികളും കഴിഞ്ഞാൽ പാചകവാതക ഉപഭോക്താക്കളായി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇത്തവണയും ഓപ്പൺ ഫോറത്തിൽ എത്തിയിരുന്നുള്ളൂ എന്നതിനാൽ ഓപ്പൺ ഫോറം നടക്കുന്ന വിവരം മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കണമെന്നും ആവശ്യമുയർന്നു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ MC റെജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, വിവിധ ഗ്യാസ് ഏജൻസി പ്രതിനിധികൾ, ഉപഭോക്തൃ സംഘടനാ ഭാരവാഹികളായ ജെയിംസ് മുട്ടിക്കൽ, MD രാജീവ്, വിൽസൺ, ശിവരാമൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വീടുകൾ തകർത്തു. 3 വീടുകളാണ് ഭാഗികമായി നശിപ്പിച്ചത്. ഷീജ എന്ന തൊഴിലാളിയുടെ വീട്ടിൽ ആനകളുടെ ആക്രമണം നടക്കുമ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു. വീടിന്റെ മുൻഭാഗമാണ് ആനകൾ തകർത്തത്. ലയത്തിന്റെ പിൻഭാഗത്തെ മുറിയിൽ നിന്നുകൊണ്ട് ഇവർ ഒച്ചവെച്ചതോടെ ആനക്കൂട്ടം പിൻവാങ്ങുകയായിരുന്നു. സമീപത്തെ ആൾതാമസമില്ലാത്ത 2 ലയങ്ങളിലും ആനകൾ നാശനഷ്ടങ്ങളുണ്ടാക്കി. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ ഇവിടെയുള്ള തൊഴിലാളികളോട് 2018 മുതൽ മാറി താമസിക്കാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ചേലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. 7ാം വാർഡ് മെമ്പറും കർഷകനുമായ TA കേശവൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പിന് പാകമായ നെല്ല് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പാടവരമ്പും കുത്തിമറിച്ചിട്ട നിലയിലാണ്. ഒരാഴ്ചയായി പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയും കർഷകർക്ക് തിരിച്ചടിയായി. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് TA കേശവൻകുട്ടി ആവശ്യപ്പെട്ടു. വിളയിടാധിഷ്ഠിത കൃഷിരീതിയിലെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി മന്ത്രി K രാജൻ പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും തൃശൂർ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയും ചേർന്ന് ചെമ്പുക്കാവ് അഗ്രികൾച്ചറൽ കോംപ്ലക്സിൽ സംഘടിപ്പിച്ച കിസാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ കൃഷി കമ്പനിയായ കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ വരവ് ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കും. കർഷകർക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള ക്യാബ്കോയിലൂടെ വിളകൾ എത്തിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മികച്ച രീതിയിൽ വിറ്റഴിക്കാനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷ മേരി ഡാനിയൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, കോർപ്പറേഷൻ കൗൺസിലർ റെജി ജോയ്, ആത്മ പ്രോജക്ട് ഡയറക്ടർ അനൂപ് MP എന്നിവർ പങ്കെടുത്തു. സാധാരണ നിലയിൽ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് പീച്ചി, കണ്ണാറ, ചേരുംകുഴി, ആശാരിക്കാട്, മാന്നാമംഗലം, മരോട്ടിച്ചാലി, വെള്ളക്കാരി തുടങ്ങി ഇങ്ങനെ വരുന്ന പ്രദേശങ്ങളുടെ സഹായത്തോടെ തിരുവല്ലുവാമല ഗവൺമെന്റ് LP സ്കൂളിലെ മേൽക്കൂരയിലെ സീലിംഗ് അടർന്നു വീണു. പ്രീ പ്രൈമറി വിഭാഗത്തിലെ മേൽക്കൂരയുടെ സീലിംഗുകളാണ് അടർന്ന് താഴെ വീണത്.
സീലിംഗിന് താഴെ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 71 പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും 190 LP വിദ്യാർത്ഥികളുമാണ് സ്കൂളിൽ പഠിക്കുന്നത്. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തിൽ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. വിളിയംകോട് നരണിപ്പുഴ സ്വദേശി 36 വയസ്സുള്ള വലിയപറമ്പിൽ റാഷിദാണ് മരിച്ചത്. പൊന്നാനി ആൽത്തറ പാതയിൽ എരമംഗലം KMM ഓഡിറ്റോറിയത്തിനു സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. പരിക്കേറ്റ റാഷിദിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ തെക്കേപ്പുറത്ത് ഷംസീറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി മഴുവഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന പുതുമന എന്ന ബസ്സാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് ശബരിമല തീർത്ഥാടകരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കം നടന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേലയാഘോഷം ഭക്തിസാന്ദ്രമായി. വേലയോടനുബന്ധിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് 9 ആനപ്പുറത്തുള്ള ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ 1 നടക്കുന്ന പഞ്ചവാദ്യത്തിന് ശേഷം മണികണ്ഠനാൽ തറയ്ക്കൽ നിന്നും മേളം ആരംഭിച്ച് ശ്രീമൂലസ്ഥാനത്ത് കലാശിക്കും. തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നു. ഭക്തരും മേളപ്രേമികളുമായ നിരവധി ആളുകളാണ് വേലയാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നങ്ങ്യാർകൂത്തിൽ A ഗ്രേഡ് തിളക്കവുമായി തൃശൂരിന്റെ നന്ദന. അപ്പീലിലൂടെ എത്തിയായിരുന്നു നന്ദനയുടെ മിന്നും പ്രകടനം. ജില്ലയിൽ A ഗ്രേഡ് നേടിയെങ്കിലും മാർക്ക് അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്തായ നന്ദന അപ്പീലിലൂടെയാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയത്. ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്തിലായിരുന്നു തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയായ നന്ദന മാറ്ററിയിച്ചത്. മികച്ച പ്രകടനത്തിലൂടെ A ഗ്രേഡ് നേടിയെന്ന് മാത്രമല്ല, ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥിയെ സംസ്ഥാന തലത്തിൽ മാർക്കടിസ്ഥാനത്തിൽ പിന്തള്ളിയായിരുന്നു നന്ദനയുടെ നേട്ടം. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നങ്ങ്യാർകൂത്ത് സ്റ്റേറ്റ് A ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. കുറേ നല്ല മത്സരാർത്ഥികളുണ്ടായിരുന്നു, കിട്ടിയതിൽ വലിയ സന്തോഷം. സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും പ്രിൻസിപ്പളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. പൈങ്കുളം നാരായണ മാമൻ വലിയ നന്ദി. അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും നന്ദി. സംസ്ഥാന കലോത്സവ വേദിയിൽ ആദ്യമായി എത്തിയ നന്ദന നങ്ങ്യാർകൂത്തിനു പുറമെ ഹൈസ്കൂൾ വിഭാഗം നാടകമായ സ്കൂട്ടറിലും പങ്കെടുക്കുന്നുണ്ട്. പൂങ്കുന്നം സ്വദേശി രാജേഷിന്റെയും അധ്യാപികയായ രാഖിയുടെയും മകളാണ് നന്ദന. TCV തൃശൂർ. വേലൂരിൽ വീടിന് പുറകിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ കത്തിനശിച്ചു. വെങ്ങിലശ്ശേരി വട്ടപ്പറമ്പിൽ സുനിലിന്റെ 2 ബൈക്കുകളാണ് കത്തിയത്. തീപിടുത്തത്തിൽ ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. കുഞ്ഞുപ്രായത്തിൽ ഒട്ടേറെ അറിവുകളുമായി ആദിലക്ഷ്മി ശ്രദ്ധ നേടുകയാണ്. ആദിലക്ഷ്മി എന്ന ഈ കുരുന്നു പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. 3 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത, അംഗനവാടിയുടെ പടി കാണാനുള്ള പ്രായം തികയാത്ത ആദിലക്ഷ്മിക്ക് മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ, ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ, കേരളത്തിലെ നദികളുടെ പേരുകൾ, കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ എന്നുവേണ്ട അത്യാവശ്യം PSC പരീക്ഷയ്ക്ക് വേണ്ട അറിവ് ഈ കൊച്ചുമിടുക്കി ഈ ചെറുപ്രായത്തിൽ മനഃപ്പാടമാക്കി കഴിഞ്ഞു. 44 നദികളുടെ പേര്. പമ്പ, കാവേരി, തിരൂർ, മാതൃപ്പുഴ, കടലുണ്ടി, ചായല, പപ്പാനി, കള്ളത,
ഇനി ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തണോ? അതും ഇംഗ്ലീഷിൽ. അതിനും ആദിലക്ഷ്മി തയ്യാറാണ്. ഗ്രഹങ്ങളുടെ പേരുകൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ എല്ലാം തന്നെ ഈ കൊച്ചുപ്രായത്തിൽ മനഃപ്പാടമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരം. ആദിലക്ഷ്മിയുടെ ജ്യേഷ്ഠൻ 5 വയസ്സായ ആദിശങ്കരനും ഇത്തരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അമ്മ കവിതയാണ് ആദിശങ്കരനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ആദിലക്ഷ്മിയും ഇത് കേട്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഹൃദ്യസ്ഥമാക്കിയതെന്ന് അമ്മ കവിത പറയുന്നു. മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത്. അപ്പൊ മോനെ പഠിപ്പിച്ചു തുടങ്ങിയ പിന്നെയാണ് ഇവൾക്കും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത്. കാരണം രണ്ടുപേരും അവള് പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് അവളിത് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, മോനും. പക്ഷെ അത് ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവള് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. നാടൻ പാട്ടുകൾ ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും. വർക്ക്ഷോപ്പ് ജോലിക്കാരനായ ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പള്ളി സതീഷ് കവിത ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് സംഘടിപ്പിച്ച PT കലയും കാലവും എന്ന സാംസ്കാരിക ആഘോഷ പരിപാടികൾ തൃശൂരിൽ തുടരുന്നു. 3 ദിവസങ്ങളിലായി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാംസ്കാരിക മേളയുടെ 2ാം ദിനം PTയുടെ ചലച്ചിത്ര പ്രദർശനം നടന്നു. ചലച്ചിത്ര നടി ശ്വേത മേനോൻ ചലച്ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. GP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK പോക്കർ, AO സണ്ണി, സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടണം റഷീദ്, സീനത്ത്, റഫീഖ് അഹമ്മദ്, സാദിഖ് തുടങ്ങിയ നിരവധി ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് PTയുടെ ചിത്രങ്ങളായ ഗർഷോം, പരദേശി എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ഗർഷോം സിനിമ 25 വർഷം പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് സിനിമയിലെ നടീനടന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ആദരിച്ചു. ആഘോഷ പരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്ത്. വെള്ളമൊഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദൽ സംവിധാനമൊരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത്. 1 വർഷം മുൻപ് പണിയാരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ NH അധികൃതരുമായി സംസാരിച്ച് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. അശാസ്ത്രീയമായ കാന നിർമ്മാണം വെള്ളക്കെട്ടുണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. തെക്ക് നിന്നും വടക്കു നിന്നും 3 മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും 4 മീറ്റർ വീതിയിലും ആഴത്തിലും കൽവർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഒരു കാലത്ത് ഈ പാടത്ത് ഇത് നിലം എന്ന സ്ഥലത്ത് ഡംപ് ചെയ്ത് ഒഴുകിപ്പോയിരുന്ന വെള്ളം ഇത് നികത്തപ്പെടുകയാണ്. ഒരു ചെറിയ ഒരു കൽവർട്ട് പണിത് ഈ വെള്ളത്തിനെ തിരിച്ചു വിടാൻ പോയാൽ ഒരു രക്ഷയും അക്കാര്യത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആവശ്യം സെൻട്രൽ കൾവർട്ടായിട്ട് മതിയായ അളവിൽ 3 മീറ്റർ വീതിയിലും അതുപോലെ തന്നെ താഴ്ചയിലും നല്ല ആഴത്തിലും ഒരു കൾവർട്ട്, സെൻട്രൽ കൾവർട്ട് പണിയണം. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരുന്ന വടക്കു നിന്നും തെക്കു നിന്നും വരുന്ന വെള്ളങ്ങളെ കൊണ്ടുപോകുന്നതിന് 3 മീറ്റർ വീതിയിലുള്ള ഡ്രൈനേജ് തയ്യാറാക്കി കൊണ്ടുവേണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ. അത് തുടരുന്നതുവരെ, അതിന് മതിയായ തീരുമാനമുണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV കയ്പമംഗലം. കരുവന്നൂർ പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് കിള കോൾപ്പടവിലെ ബണ്ട് തകർന്നു. കോൾപ്പടവിലെ 100 ഏക്കർ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. ജൂബിലി തേവർ കടവ്, ഇഞ്ചുമുടി തരിശ് പണ്ടാരംകോൾ, എരുമക്കുഴി കോൾപ്പുറത്തും കടവ്, എട്ടുമന മാമ്പിള്ളിപ്പടവ്, ചേനം തരിശുപടവ് എന്നിവിടങ്ങളിലെ 3000 ഏക്കറോളം വരുന്ന പടവുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. 40 ദിവസം മുൻപാണ് പടവുകളിൽ കൃഷി ആരംഭിച്ചത്.
ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് പുഴയിൽ ഉയർന്ന് ബണ്ടിന് മുകളിലൂടെ ഒഴുകാൻ തുടങ്ങിയത്. എട്ടുമന KLDC കനാലിന് സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറിയ നിലയിലാണ്. എട്ടുമന ഇല്ലിക്കൽ ഡാം അടിയന്തരമായി തുറന്നുവിടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിന്റെ പ്രതികാരവുമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമല്ലേശ്വരം പെടാക്കുളം സ്വദേശി അടിമപ്പറമ്പിൽ മുഹമ്മദ് സാലിഹ്, അഴീക്കോട് സ്വദേശി കൊമ്പനേഴത്ത് മുഹമ്മദ് മുസ്തഫ, എറിയാട് പേബസാർ സ്വദേശി വയ്യാട്ടുകുണ്ടിൽ വീട്ടിൽ മുഹമ്മദ് ഈസ, മേനോൻ ബസാർ സ്വദേശി കുഴിക്കണ്ടത്തിൽ റിയാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരൻ, സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ഇരയായ സംഗീത് പ്രതികളിൽ ഒരാളായ സാലിഹിനെ പണം കടം നൽകിയിരുന്നുവെന്നും പണം തിരികെ ലഭിക്കാനായി സംഗീതും സുഹൃത്ത് വിപിനും സാലിഹിന്റെ വീട്ടിൽ ചെന്നതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇവരെ ആക്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ 2ാം പതിപ്പിന് പെരുവനം ശ്രീലകം കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ നിന്നു തന്നെയാണ് പ്രതിസന്ധികളെ നേരിടാനുള്ള ഊർജ്ജം സംഭരിക്കേണ്ടതെന്ന് VD സതീശൻ പറഞ്ഞു. തിരക്കഥാകൃത്ത് ശാന്തി മായാദേവി, സൃഷ്ടി ബേൽ ആര്യ, അജയകുമാർ, വേണുഗോപാൽ മേനോൻ, രാജീവ് മേനോൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിനയ്ലാൽ സംവിധാനം ചെയ്ത് ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ അഭിനയിച്ച ജലമരണം എന്ന ഹ്രസ്വചിത്രത്തിന്റെ സ്ക്രീനിങ്ങും മലബാറിലെ സോങ് വിത്ത് സുലൈമാനി സംഘം അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമോത്സവം ഞായറാഴ്ച സമാപിക്കും. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ശക്തമായ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ ചേർന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി തോമസ്, അഷ്റഫ് ചാലിയത്തൊടി, സുഹറ മജീദ്, കലാപ്രിയ സുരേഷ്, റഷീദ് വാരിക്കോടൻ, പഞ്ചായത്ത് സെക്രട്ടറി ഫ്രാൻസിസ്, ICDS സൂപ്പർവൈസർ വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നായി 100ഓളം വയോജനങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിർദ്ദേശങ്ങൾ വയോജനങ്ങൾ പങ്കുവച്ചു. ചാലക്കുടിയിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ DYSPയെ കയ്യേറ്റം ചെയ്ത കേസിൽ 10 പേരെ അറസ്റ്റ് ചെയ്തു. CPM DYFI പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ഡിസംബർ 22-നായിരുന്നു സംഭവം. ഇനി വാണിജ്യം. വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്യൂൻ, കോട്ടൺ ബസാർ എന്നിവയുടെ പുതിയ സംരംഭമായ ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ച ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പിന്റെ ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് സുനിൽ സുഗത, ചലച്ചിത്ര സംവിധായകരായ പ്രിയനന്ദനൻ അമ്പിളി, കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ സിന്ധു ആന്റോ ചാക്കോള, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ഇറ്റാലിയ ജെൻസ് വെയർ ഷോപ്പ് സാരഥികളായ PA മജീദ്, അനീസ്, നിയാസ്, കുടുംബാംഗം സിറാജ്, മറ്റ് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇറ്റാലിയ സാരഥി PA മജീദ് സംവിധായകൻ അമ്പിളിക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാൻസ്, ജീൻസ്, ഷർട്ട്, മുണ്ട് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കാഷ്വൽ വെയർ, പാർട്ടി വെയർ, ഫോർമൽ വെയർ, നൈറ്റ് വെയർ എന്നിവയുടെ വിപുലമായ വസ്ത്രശേഖരമാണ് 2 നിലകളിലായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. പുതുതലമുറയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കിണങ്ങിയ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846896066. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തെളിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം. തന്റെ PFI ബന്ധം തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റാണ് TN പ്രതാപനെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടികൾക്ക് യാതൊരു ഉറപ്പുമില്ലെന്ന് K. മുരളീധരൻ MP. 5 പൈസ കയ്യിലില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണെന്ന മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നും കടകംപള്ളി. LPG ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനം. ഓപ്പൺ ഫോറം നടക്കുന്ന വിവരം മുൻകൂട്ടി ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും യോഗത്തിൽ ആവശ്യം. വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ വീടുകൾക്കും ലയങ്ങൾക്കും നേരെ കാട്ടാന ആക്രമണം. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചേലക്കര പുലാക്കോട് പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.